അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. കൊല്ലപ്പെട്ട രാംനാരായണൻ ബഘേലിന്റെ ഭാര്യയെയും അമ്മയെയും വിസ്തരിച്ചു. മകനെ കൊന്നവർക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് അമ്മ കോടതിയോട് ആവശ്യപ്പെട്ടു. അട്ടപ്പള്ളത്ത് കൊല്ലപ്പെട്ട രാംനാരായണന്റെ അമ്മ ശ്യാമഭായ് ബാഗേൽ, ഭാര്യ ലളിത ബാഗേൽ എന്നിവരാണ് കോടതിയിൽ ഹാജരായത്. മകനെ കൊലപ്പെടുത്തിയവർക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും മകന്റെ സംരക്ഷണത്തിലായിരുന്ന തനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാതായെന്നും അമ്മ പറഞ്ഞു. 9ഉം 10ഉം വയസ്സായ 2 ആൺകുട്ടികളാണെന്നും രാംനാരായണന്റെ വരുമാനം മാത്രമാണ് തങ്ങൾക്ക് ആശ്രയമായിരുന്നതെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതോടെ കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പോലും വലിയ പ്രയാസമാണ് നേരിടുന്നതെന്നും ഭാര്യ ലളിത ബാഗേൽ പറഞ്ഞു. കേസിനായി ഛത്തീസ്ഗഡിൽ നിന്ന് ഇടയ്ക്കിടെ വരാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളതെന്നും അവർ പറഞ്ഞു. मैं बोलना चाहती हूँ कि जो अपराधी हैं उन लोग को जमानत ना हो और हम लोग बार बार छत्तीसगढ़ से यहाँ आ नहीं सकते हैं। जल्द से जल्द उन लोगों को सजा दे दें। और हमारे तो छोटा छोटा बच्चा है, हम लोग अभी दोनों साथ तक तो रहते हैं, तो उतना दूर तो आ नहीं सकते हैं। बस यही चाहते हैं कि उन लोग को सजा दे दें, हम लोग छुड़ाने नहीं जाते हैं, उन लोग को सजा हो जाए। तो कैसे आपको कुछ काम करना क्या है? आप कुछ काम करना क्या है? और मिल जाता तो कर लेते हैं, जो सरकारी भी कुछ भी हो टूट अगर सरकार देना चाहते हैं तो हम लोग जरूर काम करेंगे। हमारे जो छोटा छोटा बच्चा है उन्हें पढ़ाने के लिए सरकार जिम्मेदार ले लें तो हमारे लिए और अच्छा। हमारे तो आगे पीछे कोई नहीं है। बच्चे लोग कैसे खाना पीना कैसे अभी तो खा रहे हैं, जैसे पाते हैं वैसे चटनी सब्जी जैसे मिलता है वैसे टूट खा लेते हैं। हमारे पास तो और कोई नहीं है, इसीलिए हम लोग उसे सजा मिलाना चाहिए, या फांसी कुछ भी हो. ബന്ധു ശശികാന്തിനൊപ്പമാണ് ഇവർ കോടതിയിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണ റിപ്പോർട്ട് 28-ന് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കുറ്റകൃത്യത്തിൽ ഓരോ പ്രതികൾക്കുമുള്ള പങ്ക് വ്യക്തമാക്കണമെന്നും ആൾക്കൂട്ടാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ജഡ്ജി ജോമോൻ ജോൺ നിർദ്ദേശിച്ചു. പ്രതികൾക്ക് നേരത്തെ മണ്ണാർക്കാട് SC/ST കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിചാരണ കോടതിയിൽ ഹാജരായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2025 ഡിസംബർ 17 വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണൻ ബാഗേൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി മരിച്ചു. ക്രൈംബ്രാഞ്ച് DYSP PK രാജമോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവൽ ഹാജരായി. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.